കേരളത്തെ ആഗോള വ്യവസായ ഹബ്ബാക്കി മാറ്റുമെന്ന് ഗവർണറുടെ നയപ്രഖ്യാപനം. ഇന്ദിരാ ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ടായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മികച്ചതാക്കും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുമെന്നും 60 വയസ്സിന് മുകളിലുള്ള സാംസ്കാരിക പ്രവർത്തകർക്ക് പെൻഷൻ നടപ്പാക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ പറയുന്നു. വന്യജീവി ആക്രമണം തടയാൻ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തും. 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലാണ് UDF സർക്കാരിന്റെ നയപ്രഖ്യാപനത്തോടെ തുടക്കമായത്. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ നയപ്രഖ്യാപനം നടത്തി. വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നയപ്രഖ്യാപനത്തിൽ ഗവർണർ നടത്തിയിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ ധവളപത്രം ഇറക്കും. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് മാസം 1000 രൂപ നൽകും. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും. വനിതകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, കാർഷിക മേഖലയ്ക്ക് ഊന്നൽ എന്നിവയും നയപ്രഖ്യാപനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തെ തുറമുഖ ഹബ്ബായി മാറ്റും. കൃഷി ചെയ്യാനുള്ള ചെലവുകൾ കുറയ്ക്കാൻ നടപടിയുണ്ടാകും. കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം വ്യാപകമാക്കും. വനിതാ കർഷകരെ പ്രോത്സാഹിപ്പിക്കും. സുഗന്ധദ്രവ്യ കയറ്റുമതി മെച്ചപ്പെടുത്തും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കും. ഓരോ കുടുംബത്തിനും വർഷം തോറും 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് എന്ന നിലയ്ക്കാണ് പദ്ധതി നടപ്പാക്കുക. ഇന്ദിരാ ഗ്യാരണ്ടിയുമായി മുന്നോട്ടു പോകും. യുവജനങ്ങൾക്ക് സംരംഭം ആരംഭിക്കാൻ 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ അനുവദിക്കും. സംസ്ഥാനത്ത് വയോജന വകുപ്പ് നടപ്പാക്കും. മണ്ണ് സംരക്ഷണത്തിന് പ്രത്യേക നയം. സഹകരണ സംഘങ്ങൾക്ക് പ്രത്യേക പദ്ധതി. കേരളത്തെ സിനിമ ഷൂട്ടിംഗ് ഡെസ്റ്റിനേഷനാക്കും. സമഗ്ര സിനിമാ നയം രൂപീകരിക്കും. ക്ഷേത്രങ്ങളെ ബന്ധപ്പെടുത്തി തീർത്ഥാടന ടൂറിസം ആരംഭിക്കും. സീറോ ടോളറൻസ് ടു ഡ്രഗ്സ്. എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കാരം. ലഹരി നെറ്റ്വർക്കുകളെ തകർക്കും. സ്കൂൾ കോളേജ് കാമ്പസുകൾ ലഹരിമുക്തമാക്കും. എല്ലാ ജില്ലകളിലും +1 സീറ്റുകൾ വർദ്ധിപ്പിക്കും എന്നിങ്ങനെയും പ്രഖ്യാപനങ്ങളുണ്ട്. Their rightful entitlement. Administrative systems must function with efficiency, responsiveness and compassion. Corruption, wasteful expenditure and administrative delay weaken public trust and slow down development. Therefore, my government shall pursue a policy of clean governance, fiscal responsibility and administrative efficiency. Technology shall be used extensively to improve transparency and reduce delays in service delivery. My government believes that public institutions become strong only when they enjoy the trust of the people. യുവപ്രതിഭകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകും. 60 വയസ്സിന് മുകളിലുള്ള സാംസ്കാരിക പ്രവർത്തകർക്ക് പെൻഷനും ആരോഗ്യ ഇൻഷുറൻസും ഉറപ്പാക്കും. സംസ്ഥാനത്തുടനീളം സ്ഥിരം തിയേറ്ററുകൾ നിർമ്മിക്കും. അന്താരാഷ്ട്ര ചലച്ചിത്രമേള കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. ഡിജിറ്റൽ ആർട്ട് മ്യൂസിയങ്ങൾ സ്ഥാപിക്കും. മൊബൈൽ മാവേലി സ്റ്റോറുകൾ വിപുലീകരിക്കും. കേരളത്തിൽ ആഗോള നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ തുടങ്ങും. ജവഹർലാൽ നെഹ്റു സയന്റിഫിക് സെന്റർ ആരംഭിക്കും. സെമസ്റ്റർ ഇൻ കേരള എന്ന അക്കാദമിക് ടൂറിസം പദ്ധതി ആരംഭിക്കും. വന്യജീവി ആക്രമണങ്ങൾ തടയാൻ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തും. സംസ്ഥാനത്തെ ലോക നിലവാരമുള്ള സ്പോർട്സ് ഹബ്ബാക്കി മാറ്റാൻ അത്യാധുനിക പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. അസംഘടിത മേഖലയിലെ സ്ത്രീകൾക്ക് 6 മാസത്തെ പ്രസവാവധി. പ്ലാന്റേഷൻ മേഖലയിലെ നിയന്ത്രണങ്ങളിൽ ശാസ്ത്രീയമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും പൊതുഭൂമി സംരക്ഷിക്കാനും വ്യവസായ വളർച്ച ഉറപ്പാക്കാനും പുതിയ ലാൻഡ് കമ്മീഷൻ. കർഷകർക്ക് വ്യവസ്ഥകളില്ലാതെ പട്ടയം ഉറപ്പാക്കും. ബൈപ്പാസുകളെ 4 വരിപ്പാതകളാക്കി മാറ്റും. സംസ്ഥാനത്തെ എല്ലാ റോഡുകളും BM ആൻഡ് BC നിലവാരത്തിലേക്ക് ഉയർത്തും. വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസം വരെ ആർത്തവ അവധി നൽകും. പ്രോജക്ട് മെൻസ്ട്രൽ ഡിഗ്നിറ്റിയുടെ ഭാഗമായാണ് പ്രഖ്യാപനം. അതിഥി തൊഴിലാളികൾക്ക് രജിസ്ട്രേഷന് പ്രത്യേകം പോർട്ടൽ രൂപീകരിക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്.